ഇനി ഇതിൻ്റെ വീതിക്ക് കണക്കാക്കിയിട്ട് ഇപ്പുറത്തൂടെ ഒരു സ്റ്റിച്ച് കൂടെ ഇട്ട് കൊടുക്കുക. ഇനി നമ്മൾ കൈ എടുക്കുക. രണ്ട് കൈ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നെന്ന് അതിനെ എടുക്കുക. കൈയിൻ്റെ താഴെ ഭാഗം മടക്കി അടിച്ചു കൊടുക്കുക. ഉള്ളും പുറമുണ്ടെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. ഉള്ളിലോട്ട് തന്നെ മടക്കി അടിക്കുക. പുറത്തേക്ക് ഫോൾഡിങ് രൂപത്തിൽ വേണ്ടവർക്ക് ഫോൾഡിങ് രൂപത്തിൽ കൊടുക്കുക. ഉള്ളും പുറം നോക്കണം. കുഴിച്ച് വെട്ടിയിട്ടുണ്ടെങ്കിൽ കുഴിച്ച് വെട്ടിയ ഭാഗം നോക്കണം. അല്ലെങ്കിൽ കൈകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ബാക്കും ഫ്രണ്ടും മാറിപ്പോകും. ഇതിൽ കുഴിച്ച് വെട്ടിയിട്ടില്ല. അപ്പോൾ നമുക്ക് ഉള്ളും പുറം നോക്കിയിട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കോട്ടിൻ്റെ കയ്യിൻ്റെ താഴ്ഭാഗം നമ്മൾ അടിച്ചു കഴിഞ്ഞു. ഇനി കയ്യിൻ്റെ സെൻറ്റർ നോക്കിയിട്ട് റിഗാളിൻ്റെ സെൻറ്റർ നോക്കുക. റിഗാളിൻ്റെ സെൻറ്റർ നോക്കുക. കയ്യിൻ്റെ സെൻറ്റർ നോക്കുക. റിഗാൾ വെച്ച് നോക്കുക. ഇത് കറക്റ്റാണ്. അപ്പോൾ ഇനി കയ്യിനെ റിഗാളിൽ ഫിറ്റ് ചെയ്ത് കൊടുക്കുക. ഫ്രണ്ട് വശം ഇതൊന്ന് ഫിറ്റ് ചെയ്ത് തുടങ്ങുക. കൈ മടക്കടിച്ച ഭാഗം നോക്കുക. ഫോൾഡിങ് ഉള്ളിലേക്ക് വരുന്ന രീതിയിൽ നോക്കിയിട്ട് ചെയ്ത് കൊടുക്കുക. താഴെ നിന്നും ഫ്രണ്ട് പാർട്ടിൽ നിന്ന് കൈയിനെ അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. റിഗാളിൻ്റെ ഭാഗം ജോയിൻ്റ് ചെയ്തെടുക്കുക. കൈയിനെ ഫിറ്റ് ചെയ്തെടുക്കുക. ഇതുപോലെയാണ് ഫിറ്റ് ചെയ്യേണ്ടത്. മടക്കി എടുക്കുന്ന ഭാഗങ്ങൾക്ക് ഒരു സ്റ്റിച്ച് മതി. ഇങ്ങനെയുള്ള ഭാഗങ്ങൾ നമ്മൾ എല്ലാത്തിനും 2 സ്റ്റിച്ച് തന്നെ ഇട്ട് കൊടുക്കണം. 2 സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. തുമ്പ് നൂലൊക്കെ വെട്ടി ഒഴിവാക്കി കൊടുക്കണം. അപ്പോൾ ഒരു കൈ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഇരിക്കും. ഒരു കൈ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. കൈ ഇത് ഫ്രണ്ട് പാർട്ട്, ബാക്ക് പാർട്ട്. ഇനി അടുത്തത് നേരെ തിരിച്ച് ബാക്ക് ഭാഗത്ത് നിന്ന് തുടങ്ങുക. ബാക്കിൻ്റെ റിഗാളിൽ നിന്നും കൈയിനെ അടുത്ത കൈ ഫിറ്റ് ചെയ്ത് കൊടുക്കുക. മടക്കി അടിച്ച ഭാഗം തുമ്പ് ഉള്ളിലേക്ക് പോകുന്ന വിധത്തിൽ നോക്കിയിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കുക. രണ്ട് സ്റ്റിച്ച് എപ്പോഴും ഇങ്ങനെയുള്ള ഭാഗങ്ങൾ 2 സ്റ്റിച്ച് തന്നെ ചെയ്തെടുക്കണം. ഒരു സ്റ്റിച്ച് ആയാൽ പെട്ടെന്ന്
റെഡിമെയ്ഡ് ഐറ്റംസിനൊക്കെ ഒരു സ്റ്റിച്ച് കാണുള്ളൂ. പക്ഷെ നമ്മൾ കസ്റ്റമറിന് ചെയ്ത് കൊടുക്കുന്ന ഡ്രസ്സുകൾ എപ്പോഴും സ്റ്റിച്ച് ചെയ്ത് എടുക്കണം. അപ്പോൾ നമ്മൾ രണ്ട് കൈയും ഫിറ്റ് ചെയ്ത് കഴിഞ്ഞു. രണ്ട് കൈയും ഫിറ്റ് ചെയ്തു. ഇനി നമ്മൾ സൈഡ് ഫിറ്റ് ചെയ്യുക. സൈഡ് ഫിറ്റ് ചെയ്യുമ്പോഴും ഇതുപോലെ തന്നെ കൈയിൻ്റെ എൻഡിൽ നിന്ന് തലക്കിൽ നിന്ന് തുടങ്ങുക. 1 ഇഞ്ച് തുമ്പ് നമ്മൾ ഇട്ട് വെച്ചിട്ടുണ്ട്. 1 ഇഞ്ച് തുമ്പ് എക്സ്ട്രാ പുറത്തേക്ക് ഇട്ടിട്ടുണ്ട്. ആ 1 ഇഞ്ച് തുമ്പ് കണക്കാക്കിയിട്ട് ലൂസ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ലൂസ് ഇട്ടിട്ട് ചെയ്ത് കൊടുക്കുക. തലക്കൊക്കെ ഇട്ടിട്ട് അടിച്ചു കൊടുക്കുക. റിഗാളിൻ്റെ ഇവിടെ കൈയിൻ്റെ നമ്മൾ ഫിറ്റ് ചെയ്ത ആ ഭാഗങ്ങൾ രണ്ടും ജോയിൻറ്റുകൾ ഒപ്പാവണം. അപ്പോൾ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ജോയിൻറ്റുകളെ ഒപ്പാക്കിയിട്ട് തുമ്പ് കൈയിൻ്റെ റിഗാളിൻ്റെ തുമ്പ് കൈയിൻ്റെ വശത്തോട്ട് ഇട്ട് കൊടുക്കുക.